ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജേണലിലെ സബ്സിഡറി ബുക്സ് പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് നോക്കാം. ഇംഗ്ലീഷിലെ നമുക്ക് ഇറഗുലർ വെർബ്സ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇറഗുലർ വെർബ്സ് നമുക്ക് ഇത് കാണാപ്പാടം പഠിക്കുക എന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ. നമ്മൾ കണ്ടിന്യൂസ് ഇത് യൂസ് ചെയ്യാൻ നേരത്താണ് നമ്മളത് കാണാതെ നമുക്കത് മനസ്സിലാവുന്നത്. ഇറഗുലർ വെർബ്സ് എന്ന് വെച്ചാൽ അതൊരു ഡസ് നോട്ട് ഫോളോ എ സ്റ്റാൻഡേർഡ് റൂൾസ്. നോർമൽ ഒരു വെർബ് പാസ്റ്റ് ടെൻസിലോട്ടാകുമ്പോൾ ED ഫോമിലോട്ടാണ് ചേർക്കുന്നത്. പക്ഷേ ഇറഗുലർ വെർബ്സിനാണെങ്കിൽ അങ്ങനെ ഇല്ല, ഫിക്സഡ് പാറ്റേൺ ഇല്ല. ഒന്ന് ഉണ്ടോ, ഗോ, വെൻറ്റ്, ഗോൺ, മൂന്നാണ്. അതാണ് ഇറഗുലർ എന്ന് പറയുന്നത്. അടുത്തത് ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ, സീ, സോ, സീൻ. അടുത്തത് ടേക്ക്, ടുക്ക്, ടേക്കൺ, റൈറ്റ്, റോട്ട്, റിട്ടൺ. എന്നുവെച്ചാൽ മൂന്നും ഫോമും മൂന്ന് വിധത്തിലാണ്. അതാണ് ഇറഗുലർ വെർബ് എന്ന് പറയുന്നത്. നോർമലി വെർബ് പാസ്റ്റ് ടെൻസ് വരുമ്പോൾ ED ചേർക്കുള്ളൂ. വാച്ച്, വാച്ച്ഡ്, വാച്ച്ഡ്, അങ്ങനെ ED ഫോമാണ് ചേർക്കുന്നത്. പക്ഷേ ഇറഗുലർ വെർബ്സിനാണെങ്കിൽ കണ്ടിന്യൂസ് ഇല്ല, മൂന്ന് ഫോർമാറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കാണാതെ മെമ്മറൈസ് ചെയ്യാനേ നമുക്ക് വഴിയുള്ളൂ. പിന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് വാസ്, ബീൻ, ഹാവ്, ഹാഡ്, ഡു, ഡിഡ്, ഡൺ, സേ, സെഡ്, സെഡ്, മേക്ക്, മെയ്ഡ്, ഗോ, വെൻറ്റ്, ഗോൺ, ടേക്ക്, ടുക്ക്, ടേക്കൺ, കം, കെയിം, കം, സീ, സോ, സീൻ, ഗെറ്റ്, ഗോട്ട്, ഗോട്ടൺ. അപ്പോൾ ഇത് ഓർത്തിരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബുക്കിനകത്തെടുത്ത് എഴുതുക. ഇറഗുലർ വെർബ്സ് എന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു 5 വെച്ച് എഴുതി വെക്കുക. എന്നിട്ട് ലാസ്റ്റ് ആ എക്സാമിൻ്റെ സമയമാകുമ്പോൾ റിവേഴ്സ് ചെയ്ത് നോക്കുക. അല്ലാതെ ഇത് കാണാതെ പഠിക്കുക എന്നുള്ളത് വേറെ വഴിയില്ല. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ ഷീ വെൻറ്റ് ടു ദ സ്റ്റോർ എന്ന് പറയും. അതിൽ മറ്റേ പ്രസൻറ്റ് ടെൻസിൽ ഷീ ഗോസ് ടു ദ സ്കൂൾ എവറി ഡേ, എല്ലാ ദിവസവും സ്കൂളിൽ പോകും. അടുത്തത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഹി ഹാഡ് റിട്ടൺ എ ലെറ്റർ, തേർഡ് ഫോം ആവും. പിന്നെ ഇതുപോലത്തെ ഗ്രൂപ്പിംഗ് ചെയ്ത് വെക്കുക. സിങ്, സാങ്, സങ്, റിങ്, റാങ്, റങ്, അങ്ങനെ. അതുപോലെ പിന്നെ ED വരുന്നത് ഒരു ഫോർമാറ്റിൽ എഴുതാം. അങ്ങനെ എഴുതി വെക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബുക്കിനകത്ത് ഇപ്പം ഇന്ന് തുടങ്ങി തന്നെ എഴുതി തുടങ്ങുക. അപ്പോൾ ഡെയിലി ഒരു 5 വെച്ച് എഴുതി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എക്സാമിൻ്റെ സമയമാകുമ്പോൾ ഇത് ജസ്റ്റ് റിവേഴ്സ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ലൈഫിൽ ആവശ്യമുള്ളൊരു സംഭവമാണ് ഇംഗ്ലീഷ്. അപ്പോൾ ഇതിപ്പോൾ പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഫ്യൂച്ചറിലും നമുക്കത് റെഫർ ചെയ്യാൻ പറ്റും. പിന്നെ സെയിം ആയിട്ട് വരുന്ന സംഭവമാണ് കട്ട്, അങ്ങനെ. പിന്നെ പാസ്റ്റും പാർട്ടിസിപ്പിളും സെയിം ആണ്. ബൈ, ബോട്ട്. പിന്നെ ബിഗിൻ, ബിഗൺ. ഇതിൻ്റെ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ സെയിം സംഭവം തന്നെയാണ് ഗോ, വെൻറ്റ്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഡയറക്റ്റ് ചോദിക്കാറില്ല. എന്നാലും നമ്മളിത് കാണാതെ കുറച്ച് ടഫുള്ള സംഭവമൊക്കെ ഇങ്ങനെ നോക്കി വെക്കുക. എന്നിട്ട് പിന്നെ സെൻറ്റൻസിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പേപ്പറിൽ ജസ്റ്റ് ഒരു ബുക്കോ അല്ലെങ്കിൽ ജസ്റ്റ് ബുക്കിൽ എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നോക്കി ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.